കേരളത്തിലെ മലയാളികൾക്കെല്ലാം അറിയാവുന്നതാണ് കുംഭമേള, കേട്ടിട്ടുണ്ട്. വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ് കുംഭമേള. കുംഭമേള എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികൾക്ക് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് സന്യാസിമാർ, നാഗസന്യാസിമാർ സംഗമിക്കുന്ന ഒരു ഇടമായിട്ടൊക്കെ ആയിട്ടാണ് ഇവിടെ പലരും ചിത്രീകരിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതുമെല്ലാം. കുംഭമേള അറിയാം, ഉത്തരേന്ത്യയിൽ നടക്കുന്ന കുംഭമേള 12 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. 4 സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും 12 വർഷം കഴിയുമ്പോഴാണ് എത്തുന്നതെങ്കിലും 3 വർഷം കൂടുമ്പോൾ അവിടെയെല്ലാം കുംഭമേള നടക്കാറുണ്ട്. അങ്ങനെ 144 വർഷം കഴിയുമ്പോഴാണ് മഹാകുംഭമേള നടക്കുന്നു. ആ മഹാകുംഭമേള കഴിഞ്ഞ വർഷമാണ് അവിടെ നടന്നത്. അത് നമ്മുടെ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇനിയൊരു മഹാകുംഭമേള നമുക്ക് കാണാനോ അതിനെക്കുറിച്ച് അറിയാനോ നമുക്ക് സാധിക്കത്തില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് കേരളത്തിൽ ഒരു കുംഭമേള നടക്കാൻ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. നമ്മുടെ കേരള ഗവർണറായ ശ്രീ രാജേന്ദ്ര അർലേക്കർ ജിയാണ്. അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഫെബ്രുവരി 3 വരെയാണ് അതിൻ്റെ അവസാനം. വളരെ ഭംഗിയായിട്ട് എല്ലാ ദിവസവും സന്യാസിമാർ കാലത്തെ അവിടെ ഈ കുംഭമേളയ്ക്കനുസരിച്ച് ഭാരതപ്പുഴയുടെ ആ തീരത്ത് അവിടെ കാലത്തെ അവിടെ തീർത്ഥം തളിക്കുകയും അതേ കണക്ക് വൈകുന്നേരം ആരതി ഒഴിയുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചകൾ കാണാം. ഈ ഫെബ്രുവരി 3 വരെ ഈ നമ്മുടെ നാട്ടിൽ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞത്, നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ നമ്മൾ തന്നെയാണ്, ഹിന്ദു മത വിശ്വാസികൾ തന്നെയാണ് അത് നശിപ്പിക്കുന്നത്. അച്ഛനെന്നും അമ്മയെന്നും പറഞ്ഞ് പഠിപ്പിക്കാതെ ഡാഡിയെന്നും മമ്മിയെന്നും ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും അതുകൊണ്ട് ഒക്കെയാണ് ഇവിടുത്തെ ഈ ആചാരങ്ങളും ഈ സംസ്കാരങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞത്. ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്കാരെ ആരെയും കുറ്റം പറഞ്ഞില്ല. ഇവിടെ വിദ്യാഭ്യാസ വകുപ്പുകൾ ഈ ഓരോ പാർട്ടികൾ ഓരോ സർക്കാരിൽ ഭരിക്കുമ്പോൾ അവിടെ മുസ്ലിം ലീഗ് ആവട്ടെ, കേരള കോൺഗ്രസ് ആവട്ടെ, അങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികൾക്ക് വീതം വെച്ച് കൊടുത്തൊക്കെയാണ് വിദ്യാഭ്യാസ വകുപ്പുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കേരളത്തിൻ്റെ ആചാരങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഈ ഹിന്ദു ജനങ്ങൾ പലരും പഠിക്കാതെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല. അവരെല്ലാം പഠിച്ചത് മറ്റു പലതുമാണ്. ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ഈ പ്രാവശ്യം കുംഭമേള ഇവിടെ കേരളത്തിലെ മാസമായ ഈ മാസം തന്നെ കുംഭമേളയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഗവർണർ, നമ്മൾ പോലും കുറച്ച് മാസങ്ങളായിട്ടാണ് കേരളത്തിൽ ഗവർണറായിട്ട് അദ്ദേഹം ചാർജ് എടുത്തിരിക്കുന്നത്, അർലേക്കർജി. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും കേരളത്തിലെ ഹിന്ദു വിശ്വാസികളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു മഹാസംഗമമാകുന്നതിനും അതിനു വേണ്ടുന്ന കാര്യങ്ങളും അതിൻ്റെ ചരിത്രങ്ങളുമെല്ലാം അദ്ദേഹം അവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ വലിയ ഒരു മഹാ ഉത്സവമായിട്ട് തന്നെ മാറും. കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളെല്ലാം തന്നെ ഈ കുംഭമേളയ്ക്ക് ഒത്തുചേരാൻ ഈ ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറത്ത് തിരുനാവായയിൽ കാലത്തും വൈകിട്ടും ആരതി ഒഴുകുന്നതും അവിടുത്തെ ആചാരങ്ങളുമൊക്കെ കാണാനായിട്ട് നാനാ ഭാഗത്തു നിന്ന് ആൾക്കാർ വരും. പക്ഷേ വളരെ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. അവർക്ക് പിന്നോട്ട് പോകാൻ, കണ്ണടയ്ക്കാനോ പിന്നോട്ട് പോകാനോ കഴിയാതെ ഒരു പറ്റം സന്യാസിമാരും അതിന് വേണ്ടുന്ന സമൂഹവും ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അത് ഉദ്ഘാടനം ചെയ്തത് അർലേക്കർജി വളരെ വ്യക്തമായ വാക്കുകൾ കൊണ്ടും ശക്തമായ ഈ സംഗമത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും അതിൻ്റെ പ്രവൃത്തിയൊക്കെയാണ് അദ്ദേഹം വിവരിച്ചത്. എന്തായാലും അതിനോടൊപ്പം തന്നെ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും അവിടെ നടക്കുന്ന ഈ സംഗമം വളരെ പ്രാധാന്യത്തോടെ ഫെബ്രുവരി 3 വരെ ഈ കുംഭമേള അവസാനിക്കും. എന്തായാലും അത് കാണേണ്ടവർ തന്നെയാണ്. കാണേണ്ടവർ എല്ലാം മലപ്പുറത്ത് ഈ തിരുനാവായയിൽ എത്തിച്ചേരണം. അവിടെ എത്തിച്ചേർന്നാൽ ഇത് കാണാൻ കഴിയും. പക്ഷേ വലിയ തിരക്കാണ്. അവിടെങ്ങും സ്ഥലസൗകര്യങ്ങളില്ല. ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ ആ സംഗമത്തിന് ഹിന്ദു വിശ്വാസികളെല്ലാം ഓടിയെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഇത് വൻ വിജയമായിരിക്കും. ഈ ഒരു സംഗമം തെറ്റുകൾക്കും തെറ്റിദ്ധാരണകൾക്കും ഒക്കെ പോകുന്ന ഹിന്ദു സമൂഹവും അവരെ വിശ്വാസങ്ങളും വീണ്ടെടുക്കാൻ വേണ്ടുന്ന ഒരു തുടക്കമാകട്ടെ. ഈ തുടക്കം തുടർന്നു പോകട്ടെ. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. എന്തായാലും വലിയ ഒരു മഹാസംഭവമായിട്ട് തന്നെ ഈ കുംഭമേള കേരളത്തിലും മാറുകയാണ്. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മുന്നോട്ട് അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്ന. ഫെബ്രുവരി 3-നാണ് ഇത് അവസാനിക്കുന്നത്. അതുവരെ ഭംഗിയായിട്ട് ഈ തിരുനാവായയിലെ ആരതി ഒഴിയിലും മറ്റും എല്ലാം നമുക്ക് കാണാൻ കഴിയും. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.